എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എക്സാം റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും എന്നോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചൊരു സംശയം തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ കഴിഞ്ഞ 4ാം സെമസ്റ്റർ ബിരുദ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയവർക്ക്, അതായത് ഇപ്പം ഡിഗ്രിയിൽ എല്ലാ സെമസ്റ്ററും കംപ്ലീറ്റ് ആക്കി 4ാം സെമസ്റ്ററിൽ മാത്രം സപ്ലി ഉണ്ടായിരുന്നു, അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 4ാം സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിരവധി വിദ്യാർത്ഥികളോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിച്ചൊരു സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് സാധ്യത കുറവാണ്. കാരണം ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മാസം 2-ാം തീയതിയാണ്. ജൂലൈ മാസം 2-ാം തീയതി വരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറമണിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. നീട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ 6ാം സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ലായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് നീട്ടി കിട്ടിയാണ്. ചിലപ്പം റീവാലുവേഷൻ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ നീട്ടാനും സാധ്യത കുറവാണ്. അഥവാ നീട്ടിയാലും 1-2 ദിവസമൊക്കെ നീട്ടുള്ളൂ, കൂടുതൽ നീട്ടില്ല. പക്ഷേ അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂലൈ മാസം 22-നാണ് 4ാം സെമസ്റ്റർ റിസൾട്ട് വരുന്നത്. 4ാം സെമസ്റ്റർ റിസൾട്ട് വരുന്നത് ജൂലൈ 22-നാണ്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ഒരാഴ്ച മുന്നെയോ ചിലപ്പോൾ ഒരാഴ്ച വൈകിട്ടോ. അപ്പം അക്കാദമിക് കലണ്ടർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാഴ്ചയൊക്കെ മാറിയാലേ ഉള്ളൂ. അപ്പം ഗ്രാജുവേഷൻ സെറമണിയിൽ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതിയവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ നോ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പ്രിയ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ആഡംബരമായിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റിയാലെന്നേ ഉള്ളൂ. കാരണം ഗ്രാജുവേഷൻ സെറമണിക്ക് 2500 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഇത്രയൊന്നും പൈസ ചിലവാക്കണ്ട എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ പേഴ്സണലി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഈ 2500 രൂപ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്താൽ 595 രൂപയും എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്താൽ 1095 രൂപയെ മാത്രമേ ആകുകയുള്ളൂ. അപ്പോൾ ഈ 2500 രൂപ കൊടുത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലുള്ള വ്യക്തിപരമായ അഭിപ്രായം. ദാറ്റ് ഈസ് യുവർ ചോയ്സ് ആണ്. കാരണം നിങ്ങളാണ് പണം മുടക്കുന്നത്. എന്തായാലും പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് സാധ്യതകൾ വളരെ കുറവാണ്. പറ്റിയില്ല എന്ന് തന്നെ പറയാം. കാരണം അതിന് ഉദാഹരണം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.